എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് പറന്ന് ചെല്ലാം എന്ന സിനിമയെക്കുറിച്ചാണ്. സജിൻ ചെറുകയിൽ നായകനായി ശ്രീജ പ്രധാന റോളിലെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പറന്ന് ചെല്ലാം. കോമഡി ഡ്രാമ റൊമാൻറ്റിക് ജോണറിൽ പുറത്തിറങ്ങിയ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. ജനുവരി മാസം തിയേറ്ററിലേക്ക് പരാജയപ്പെട്ട സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ ആഴ്ച മെയ് 16 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് ഫൂൽ ചുക്ക് മാഫ് എന്ന സിനിമയെക്കുറിച്ചാണ്. രാജ്കുമാർ റാവു, വാമിക ഗബി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി കരൺ ശർമ്മ സംവിധാനം ചെയ്ത ബോളിവുഡ് സിനിമയാണ് ഫൂൽ ചുക്ക് മാഫ്. ഡ്രാമ റൊമാൻറ്റിക് ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ചിത്രം ഈ ആഴ്ച മെയ് 16 ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് നേസിപ്പയ എന്ന സിനിമയെക്കുറിച്ചാണ്. വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത് ശരത് കുമാരൻ നായകനായി 2025 ജനുവരി മാസം തിയേറ്ററിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് നേസിപ്പയ. ഇപ്പോഴത്തെ കോമഡി റൊമാൻറ്റിക് സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റുപോയിരിക്കുകയാണ്. IMDbയിൽ 8.2 റേറ്റിംഗ് ലഭിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ചിത്രം മെയ് 16 വരുന്ന വെള്ളിയാഴ്ച സൺനെക്സ്റ്റ് വഴി സ്ട്രീം ചെയ്യും. അടുത്ത അപ്ഡേറ്റ് കാ മൂ കാ പി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നിരഞ്ജൻ, പ്രിയദർശിനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി പുഷ്പനാഥൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കാ മൂ കാ പി. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഈ ആഴ്ച മെയ് 16 സിംപ്ലി സൗത്ത് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് മരണമാസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ് നായകനായി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് എത്തിയ കോമഡി ത്രില്ലർ മലയാള സിനിമയാണ് മരണമാസ്. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയിൽ അനിഷ്മ അനിൽകുമാർ, രാജേഷ് മാധവൻ, സിജു സണ്ണി തുടങ്ങിയവർ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT റിലീസ് ചെയ്ത പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ സോണി ലീവ് ചിത്രത്തിൻ്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ചിത്രം മെയ് 15 അതായത് നാളെ വൈകിട്ട് 7 മണിക്ക് ശേഷം സോണി ലീവ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി 2023 ഓണം റിലീസായി തിയേറ്ററിലേക്ക് എത്തിയ മലയാള സിനിമയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. തിയേറ്ററിൽ നിന്നും നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി ആരും തന്നെ വാങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കാനായി ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫറുമായി OTT ചർച്ചകൾ നടന്നുവെന്നും പ്രൈം വീഡിയോസ് സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ രാമചന്ദ്ര ബോസ് ആൻഡ് കോ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.